അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും വന്ന പഞ്ചായത്തുകൾ മിഷൻ 300 എന്ന് പറയുന്ന ഒരു വലിയ മിഷൻ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗൃഹസമ്പർക്കം പോലുള്ള പരിപാടികളുടെ ഒന്നും രണ്ടും ഘട്ടങ്ങൾ കഴിഞ്ഞു. അവിടെയെല്ലാം കൃത്യമായി ഈ പാലോട് രവി ഒരു തവണ നമ്മുടെ ഒരു വിവാദമായ ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞപ്പോൾ കേട്ടതാണ്. ഒരു വീട്ടിൽ പോവുക, ഒരു തവണ പോയി ശരിയായില്ല, രണ്ടാമത്തെ തവണ പോവുക, മൂന്നാമത്തെ തവണ പോവുക, അവിടെ നിൽക്കുക, അവരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ അതൊരു കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ചോളം എത്രത്തോളം കോൺഗ്രസ്സുകാരന് പറയാനേ പറ്റുള്ളൂ, പ്രവർത്തിക്കാൻ പറ്റാറില്ല. ബി.ജെ.പിക്ക് അത് വളരെയധികം പ്രാവർത്തികമാക്കാൻ ഇപ്പൊ തന്നെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പിന്നെ ബി.ജെ.പി കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടും സീറ്റും വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ നമ്മൾ അതിശയപ്പെടേണ്ടതില്ല. ഇത്രയൊക്കെ NSS SNDP മാറ്റങ്ങളൊക്കെ വരുന്നെങ്കിൽ പോലും, കാരണം അത് താഴെ തട്ടിൽ അവർ അധികം പ്രതിഫലിക്കാതിരിക്കാൻ ഞങ്ങൾ വേണ്ട നടപടികൾ എടുക്കുമെന്നുള്ളത് അവരുടെ ഒരു നീക്കത്തിൽ നിന്ന് ഇപ്പൊ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞ് SNDP ഈ NSS ഔദ്യോഗിക നേതൃത്വം നിൽക്കുന്ന കുറെ പേരും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഒരു ഡിവിഷൻ ഉണ്ടാകും, ഒരു സ്പ്ലിറ്റ് ഉണ്ടാകും. വോട്ടുകൾ തമ്മിൽ ഇടത് വലത് മുന്നണികൾ മുമ്പൊക്കെ ചെയ്തിരുന്ന പോലെ തന്നെ ഹിന്ദു വോട്ടുകളിൽ ഒരു സ്പ്ലിറ്റിലേക്ക് പോവുകയും അത് കോൺഗ്രസിന് എത്രത്തോളം ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്.